ഹായ്. അപ്പൊ എല്ലാവർക്കും നമ്മളെ വിശേഷത്തേക്ക് സ്വാഗതം കേട്ടോ. പാറുട്ടിയെ ഹായ് കൊടുത്തേ. അപ്പോൾ നമ്മൾ ഇന്നലെ നമുക്ക് വിശേഷം ഉണ്ടായില്ല. ഇന്നിപ്പോ നല്ല തിരക്കാണ്. ഞായറാഴ്ച പാറു എന്നെ എന്തോ പേടിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അപ്പൂസ് അവിടെ നല്ല പണി നടക്കുന്നുണ്ട്. അതിന്റെ സൗണ്ട് കൊണ്ട് ഓള് പേടിച്ചിട്ട് ഓടിയാണ്. നമ്മളെ അമ്മ കുടുംബശ്രീക്ക് പോയതാണ് കേട്ടോ. അമ്മേൻ്റെ കുടുംബശ്രീ ഞായറാഴ്ചയാണേ. അപ്പോൾ അനിയേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് കുടുംബശ്രീ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. അപ്പോൾ അപ്പൂസിന് നോക്കിയേ നല്ലൊരു പരിപാടിയാണ്. നമ്മൾ നാളെ മഞ്ചേരി പോയപ്പോൾ നമുക്ക് കല്യാണത്തിന്റെ കുറേ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കല്യാണം പറയാം. നമ്മളെ ഫാമിലിയിലെ ഒരു നാടൻ ഫാമിലിയിലെ ഒരു അംഗമായ മുണ്ടാസ് താത്താൻ്റെ മോളെ കല്യാണം. മോളല്ല മക്കളെ ട്വിൻസാണ്. അപ്പോൾ രണ്ടാളെ കല്യാണം കൂടിയാണ് ഇന്ന്. ഒരാഴ്ചയായിട്ട് അവർക്ക് കല്യാണമാണ്. അവിടേക്കൊക്കെ ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ടുള്ള കല്യാണമാണ് പരിപാടികൾ. എന്തൊക്കെയാ അറബി കല്യാണമൊക്കെ അല്ലേ, കുറേ ഉണ്ട്. നമ്മളോട് എന്നോ ക്ഷണം തുടങ്ങിയതാണ്. അതാ സൗണ്ട് ഇട്ടൊരു പേടിയാണേ. സൗണ്ട് കേട്ടാൽ ഏറ്റവും ഒരു പ്രത്യേക ഒരു ആക്രമിക്കുന്ന സ്വഭാവമാണ്. കാരണം ഇറുക്കി പിടിക്കും നമ്മളെ. അപ്പം നഖമൊക്കെ കൊള്ളും. അപ്പം അങ്ങനെ ആ കല്യാണമാണെന്ന്. അപ്പം നമുക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കോഴിക്കോട് കൊയിലാണ്ടി നന്ദി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കല്യാണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ കുറേ ദൂരമാണ്. പിന്നെ നമ്മളെ കാലിന് സുഖം, എൻ്റെ കാലിന് സുഖമില്ലാത്ത അറിയില്ല. അപ്പോൾ കുറേ നേരം വണ്ടിയിൽ ഇരിക്കാനും പറ്റില്ല. അതെ, പിന്നെ നമുക്ക് സന്തോഷം അത്ര ദൂരം ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അനിയേട്ടനെ വിളിച്ചിരുന്നു. അപ്പോൾ അനിയേട്ടനൊന്നും ഒഴിവില്ല, ആതിരയ്ക്കും ഒഴിവില്ല. എല്ലാവർക്കും ഞായറാഴ്ച ഓരോ തിരക്ക്. അപ്പോൾ നമുക്ക് കല്യാണം കൂടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ വേറെ കല്യാണമുണ്ട് നമുക്ക് തൊട്ട് പാണ്ടിക്കാട് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ 2 കല്യാണങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് ആദ്യം തന്നെ ആ മക്കൾക്ക് എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം കേട്ടോ. നമ്മളെ കല്യാണ കുട്ടികളെ ഫോട്ടോ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ടെൻഷനായിരുന്നു നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട്. കല്യാണത്തിന് ഇന്നും താത്ത വിളിക്കുന്നുണ്ട്. ഈ കല്യാണ തിരക്കിൽ നമ്മള് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഒരേ തിരക്കല്ലേ, പിന്നെ ലൊക്കേഷൻ വിട്ടു. പക്ഷെ ഞാൻ എന്തായാലും ഞങ്ങള് ഈ ഒരു സമയത്ത് തന്നെ പോകുന്നുണ്ട്. ഈ മാസം തന്നെ പോകും. ഇപ്പൊക്ക് ഈ മാസം കഴിഞ്ഞാൽ അടുത്ത മാസം ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി പോകാനുള്ള ദിവസമാണ്. അന്നാണ് ആ ടെസ്റ്റ് പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞ് എന്തായാലും അവർക്ക് പോകും അല്ലേ. നമ്മൾ പോകില്ലേ, നമ്മൾ പോകും കേട്ടോ. പിന്നെ അപ്പോൾ അപ്പൂസിനെ നല്ലൊരു ഇൻട്രസ്റ്റ് പിടിച്ചൊരു സംഭവം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതാദ്യം കാണിച്ചു തരേ. എന്താ പുതിയ സാധനം വാങ്ങി? എന്താ സാധനം? ഇത് കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പബ്ലിഷ് ആക്കിയെന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് പവർഫുള്ളാണ് കേട്ടോ. ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് എന്താ പറയുക, നമ്മൾ കാർ ഇടാൻ വേണ്ടി ഇത് പൊട്ടിൻ്റെതാണ്. അതെങ്ങനെ പൊട്ടി? നിലത്ത് വീണപ്പോൾ പൊട്ടിയതാ? ഇങ്ങനെ നിക്കണില്ല, മാത്രം വാങ്ങേണ്ടി വരും. കുഴപ്പമില്ല, കൈ പിടിച്ചിറക്കും. അപ്പോ മഞ്ചേരി A1 ടൂളാണ് നമ്മളെ ഷോപ്പിന്റെ പേര്. നമ്മള് ഇത് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ കട പരിചയപ്പെട്ടതും ഇങ്ങനെ ഒരു സാധനം നമുക്ക് നമ്മളെ കയ്യിൽ കിട്ടിയതും. അപ്പൊ നമ്മള് ഫ്രീ ആയിട്ട് തന്നാണ്. ഇതിന് ഉപയോഗം വെച്ചാൽ നമ്മളെ കുഞ്ഞു കാർ കഴുകാൻ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗമാണ് കേട്ടോ. 4900 അതിന് വരുന്നത്. പിന്നെ കൊറിയർ സൗകര്യം ലഭ്യമാണ്. എവിടേക്കും ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. നമ്മളെവിടേക്കും പോകണമെന്നുണ്ട്. ലിക്വിഡ് ആക്കി കണ്ടാണ് അത് സ്പ്രേ ചെയ്യുന്നത്. അതിന്റെ ശേഷമാണ് ഇത് അടിച്ച് കഴുകുന്നത്. ഭയങ്കര ദമ്മാണ് കേട്ടോ. എത്ര കുത്തിച്ചാളുണ്ടെങ്കിലും പമ്പ കിടക്കും. ആ വീട്ടിലേക്കൊക്കെ അതിന്റെ വാർപ്പ് മോള് കഴുകാൻ കൊണ്ടുപോയി, അനിയേട്ടൻ കഴുകാൻ കൊണ്ടുപോയി, എല്ലാരും കൊണ്ടുപോയി. ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യണം. ഇനിയിപ്പോ നമ്മളിത് കാണിച്ചത് ഇനി നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം. ഇവിടെ സാധനം അങ്ങനെ വെച്ചാണ്ടേ നമുക്ക് ഇന്നലെയൊക്കെ പണി ഇറക്കുന്നുണ്ട് കേട്ടോ. അത് കൂടെ വീട്ടില് എന്താ വയറൊക്കെ വലിച്ചിട്ടുണ്ട്. വയറിംഗ് ആണ്. ഇന്നലെ ഇന്നായിട്ട് വയറിംഗ് ചെയ്യുന്നു. അപ്പൊ ഇന്നലെ നമ്മൾ എന്താ വിശേഷം എടുക്കാഞ്ഞത്? എന്താ ഇന്നലെ ഒഴിവിട്ടില്ല. ഇന്നലെ നമുക്ക് ഇനി ടൈൽസിന്റെ പണി ഒരു വരാറുണ്ട്. എന്നാ വരാന്നൊന്നും അറിയില്ല. വന്ന് നമ്മള് കാണിക്കാം. പിന്നെ നമുക്ക് ഇതാണ് നല്ല പണി. മെയിൻ പരിപാടി നമ്മളെ വേസ്റ്റും കുഴിയും ബാത്റൂമിന്റെ ഇന്നലെ തൊട്ട് കുഴിക്കൽ തുടങ്ങി കേട്ടോ. ഫസ്റ്റ് ഞാൻ അപ്പൂസ് ഇതിലെങ്ങനെ കുഴിച്ചു. അപ്പൊ ഇത് കറക്റ്റ് ആ സൈഡിലാണ്. പിന്നെ അപ്പു കുഴിക്ക് ഇതാക്കാൻ വേണ്ടിട്ട് കമ്പി അടിച്ച് കമ്പി പകുതി താന്നു. പിന്നെ അയച്ചിങ്ങന്ന് ഇപ്പുറത്തെ കൂടെ കൊണ്ടുവന്ന്
ഇതാണ് ബാത്റൂമിന്റെ കുഴി ഇവിടെ കിടക്കണത്, അപ്പുറത്താണ് വേസ്റ്റും കുഴി. അപ്പൊ ബാത്റൂമിക്കുള്ള പൈപ്പ് ഇട്ട് കൊടുക്കണം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എടുത്ത പണിയെന്നു അത്. കുഴി ഇവിടെ അറിയാം, പക്ഷെ അതിൻ്റെ ഉള്ളിൽ പൈപ്പ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല റിസ്ക് തന്നെയല്ലേ. ആദ്യത്തെ പണി കിട്ടും. അപ്പൊ ഉള്ളിലെല്ലാം വെച്ചെടുത്തിട്ടുണ്ട് അതിന്റെ സംഭവം. മണി കഴിഞ്ഞ ശേഷമേ ഉള്ളൂ അതിന്റെ. പിന്നെ നമുക്ക് എന്താ വെച്ചാ പഴയ വീടിന്റെ വയറൊക്കെ ബാക്കിണ്ടായിരുന്നു. ഭയങ്കര വിലല്ലേ ഇപ്രാവശ്യം ഇതിനല്ലേ. ഇനി വയറ് ബാക്കിയാണ്. ഇപ്പൊ നമ്മളിവിടെ ഇനിയിപ്പോ ഇവിടെയൊക്കെ രണ്ടെണ്ണത്തെ ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ ഞാൻ അടയ്ക്കാണ്ടൊക്കെ അങ്ങനത്തെ പണിയൊക്കെ നമുക്ക് തന്നെ അറിയണ്ടേ. ഇതൊക്കെ പുറത്തേ ഇതൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ആക്കിണ്ട് തന്നിട്ടോ. നമുക്ക് ഉള്ളിലേക്കാക്കി തന്നിട്ട് കണ്ട ഇത് ചെയ്യണ്ടില്ലല്ലോ. ഇല്ല ഓക്കെ അല്ലേ. അതൊക്കെ ഒരു മുറിച്ചെന്നിരുന്ന അടിപൊളിയായിട്ട് ബാക്ക് ഫ്രീ ആയിപ്പോ. ചതുരപ്പുളി വെട്ടി കൊറേ ചതുരപ്പുളി ഇട്ടിട്ട് അപ്പൊ ഞങ്ങൾ ചതുരപ്പുളി ഇട്ടുള്ള കറിയൊക്കെ നമുക്ക് ബാത്റൂമിലേക്ക് തൽക്കാലം അത് ഉപയോഗിക്കാം കേട്ടോ. ഉപയോഗിക്കാം. വാതിലെന്തിനാ അടിപൊളി. ഇതാ നമ്മളത് ഇവിടെ കട്ട് ചെയ്തു. ഇവിടെ കട്ട് ചെയ്തതിന്റെ ബാക്കിയല്ലേ. നല്ല വിലയാണ് ഇതിന്. ഓ കുറച്ചുകൂടി വലുപ്പുണ്ട് ചെടിക്ക്. നോക്കാം. ഫുള്ള് ചെടി പരിപാടി ഉണ്ടോ. ഇതൊക്കെ ഇനി ചെടിയാക്കാം. പിന്നെ പണി ഇനി നമുക്കൊന്ന് കല്യാണത്തിന് പോകണ്ട്. ഇതൊക്കെ ഈ പൈപ്പൊക്കെ ഈ പൈപ്പിന്റെ ആവശ്യമില്ല. അത് ഇവിടെ ഇനി ഫിറ്റ് ചെയ്യണ്ട്. ഇപ്പൊ നമ്മളെ പഴയ സിങ്ക് എടുത്താണ്ട് വെക്കാണ് നമ്മള്. പഴയ സിങ്കിന്റെ ഇത് ഇവിടെ നമ്മൾ കൊടുത്തേന്ന് കേട്ടോ കണക്ഷൻ. അപ്പൊ ഇപ്പൊ ഇനി ഇവിടേക്ക് അത് പറ്റൂല. ഇവിടെ ഗ്യാപ്പ് ഒരു ബോറാവും ബോറാന്ന് പറഞ്ഞിട്ട് വെറുതെ 1000 രൂപ പിന്നെ മുടക്കണം നമ്മള്. അതല്ലേ ഈ സാധനം അവിടെ ഉണ്ട്, ഓൾറെഡി അവിടെ ഉണ്ട്. ഇനിയിപ്പോ അത് പറ്റൂല. ഇനി ഇത് പുതിയത് വാങ്ങണം. ആഗ്രഹങ്ങൾ പറഞ്ഞിരുന്നു സിങ്കിനെ കുറിച്ച്. അതൊന്നും നിലവിൽ വരാൻ പോണില്ല. വരാനൊക്കെ പോകും, പക്ഷെ കുറച്ച് ഫുള്ളായിട്ടാ വയറൊക്കെ വലിച്ച അടിപൊളിയായി. ഇപ്പൊ എന്താ ഇപ്പൊ ഇത് കണ്ട എല്ലാരും ഇത് കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഒരു കണക്ഷൻ നമ്മൾ ഒഴിവാക്കിയപ്പോ ഇവിടെ ഇങ്ങനെ ടൈലിടണം കരുതുന്നുണ്ട്. ബാക്കി ഉണ്ടെങ്കിൽ പീസ് കൊണ്ടൊക്കെ ഇതുവരെ നമ്മൾ ടൈലെടുത്തിട്ടുള്ളൂ. ഈ ചുമര് സെറ്റായി. ഇതൊക്കെ നനച്ചിട്ടുണ്ടെന്ന് നനച്ചിട്ടില്ലല്ലോ. ഞാൻ പോരാ തിരക്കി പൊട്ടി 10-15 ദിവസം നനക്കണേ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വർക്ക്. നമുക്ക് കല്യാണത്തിനൊക്കെ പോയാലേ. കല്യാണം നമ്മള് പറയുമ്പോ തന്നെ അങ്ങോട്ടാ ചിന്ത തന്നെ. പക്ഷെ എന്താ ചെയ്യാ, എന്തായാലും നമ്മൾ 100 കിലോമീറ്റർ ഉണ്ട്. പിന്നെ എനിക്ക് അത്ര ദൂരൊന്നും ഞാൻ വണ്ടി ഓടിക്കലില്ല. മഞ്ഞ ലൈറ്റ് എത്തണ്ടേ. അപ്പൊ ദൂരം യാത്ര ചെയ്യാനും പേടി. അപ്പൊ ഈ തിരക്ക് കൂടെ അത് വർക്ക്ഷോപ്പിൽ കാണിക്കുകയാണെങ്കിൽ എത്ര സംഖ്യ പറഞ്ഞാല് ഞങ്ങൾ പെടും. അപ്പൊ എല്ലാം കൂട്ടി വായിക്കുമ്പോ നമ്മൾ ഇപ്പത്തെ കാര്യം കൊണ്ട് ഇതാണ്. പിന്നെ ഒന്നാമത് അസുഖമാണെങ്കിൽ കുറെ നേരം ഇരുന്നവരെ നീക്കാൻ പറ്റണില്ല. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ ഒന്നാമത് അതിനേട്ടനെ കിട്ടിയതുമില്ല. അതിനേട്ടന് തിരക്കാണ്. രാവിലെ വന്നിട്ട് പറഞ്ഞിട്ട് പോയി. അതിനേട്ടൻ അല്ലാതെ വേറെ ഡ്രൈവറായിട്ട് ആർക്കും ഒഴിവില്ല. അല്ലെങ്കിൽ പിന്നെ ഇന്ന് ഇവിടെ വർക്ക് എടുത്ത അപ്പൊ കല്യാണം പേരെ ഒന്ന് പോയി നോക്കാം. ഓഡിറ്റോറിയത്തിലാണ് പാണ്ടിക്കാടാണ് കല്യാണം. 4 മണി കല്യാണാണ്, റിസപ്ഷൻ ആണ്. 2 കല്യാണം. ഓഡിറ്റോറിയം ഇപ്പൊ ചോദിച്ചറിഞ്ഞ് ക്രസന്റ് പറഞ്ഞൊരു ഓഡിറ്റോറിയമാണ്. നമ്മൾ ഇതുവരെ വന്നിട്ടില്ല അങ്ങോട്ട്. പിന്നെ 2 കല്യാണം ഉണ്ട് കേട്ടോ. ഏട്ടന്റെയും അനിയന്റെയും കല്യാണമാണ്. അപ്പൊ പെണ്ണും കൊണ്ടൊക്കെ അവിടെ എത്തി പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ നമ്മള് ചോദിച്ച് അറിഞ്ഞൊക്കെ എത്തുമ്പോഴേക്കിന് സമയത്ത് കണക്കാവും. 15 മണിക്ക് ആവാനായിട്ടോ. അപ്പൂസ് മുന്നിലുണ്ട്. സന്തോഷമായിട്ട് ഇങ്ങനെ പണിയുടെ തിരക്കുമായി. പിന്നെ ക്ഷീണിച്ചിട്ട് ഉച്ചക്ക് ചോറുണ്ടിട്ടില്ല. ഇപ്പൊ നല്ല വിശപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടങ്ങറായിട്ട് ഇരിക്കുകയാണ്. നേരെ ചോറിക്കാവും ചിലപ്പോ ചെല്ലുക. പിന്നെ അമ്മേനെ കൂട്ടിയില്ല, അമ്മ പോന്നിട്ടില്ല കേട്ടോ. നമുക്കിന്നിങ്ങനെ തിരക്കൊന്നും പോരുന്നത് ഇപ്പൊ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അമ്മ ഇല്ലാതറിഞ്ഞു. അങ്ങനെ നമ്മള് പോവുകയാണ്. മാനിപ്പുണ്ടാവും. പിന്നെ പറയാൻ വിട്ടു, നമ്മളെ മലപ്പുറം വടക്കിനില്ലേ, മലപ്പുറം വടക്കിനി മുബീനന്റെ എളാപ്പാന്റെ മക്കളെ കല്യാണാണ്. എളാപ്പ ഉപ്പാന്റെ അനിയന്റെ. അപ്പൊ ഓരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്.
കുറച്ച് ദൂരമുള്ളേ. പറഞ്ഞ് നമ്മളിങ്ങനെ പിന്നെ നമ്മള് കാറിൽ പോരുമ്പോ പതുക്കെ പോരുള്ളൂ, സ്പീഡ് വളരെ കുറവാണ്. ഓരൊക്കെ പെട്ടെന്ന് എത്തി, നമ്മളതിന്റെ കൊറേ ബാക്കിലായിട്ട് പോണേ. ഞങ്ങൾ ചോദിച്ചു പോട്ടോ. പന്ത്രണ്ട് അക്കൗണ്ട് അല്ലാതെ ഡ്രസ് ഉണ്ടല്ലേ കുത്തണേ സൂപ്പറാണല്ലോ, സൂപ്പറാണല്ലോ അറിയാം. ആ മതി കാണിക്കട്ടെ. നെക്കലെ കാണാനൊക്കെ അവിടെ എല്ലാരും കാത്തിട്ടുണ്ട്. വളർത്താൻ പറ്റില്ല. കല്യാണം പിന്നെ എന്താ പറയാ, ഓഡിറ്റോറിയം അല്ലേ, അപ്പൊ പാട്ടുള്ള കാരണം നമുക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റൂല. പിന്നെ വെച്ചാല് ഫുൾ നമ്മളെ ഫാമിലിയാണ് കേട്ടോ, ഒന്നും പറയാല്ല. അത്രയും കല്യാണം കൂടിയാലും പിന്നെ എല്ലാരും കണ്ടേലുമാണ് മനസ്സ് നിറഞ്ഞത്. അത്രയും സന്തോഷം. സന്തോഷം ഫാമിലി പറഞ്ഞ ചാനലില് ഒരുവിധ ആൾക്കാർ കംപ്ലീറ്റ് നമ്മളറിയും. ഒരു നാടൻ ഫാമിലി അറിയില്ലെങ്കിലും സന്തോഷം ഫാമിലി അറിയും. അപ്പൂസിനൊക്കെ അത്ര കറക്റ്റ് ആയിട്ട് അറിയാട്ടോ. അപ്പൻ്റെ ഒരു നാടൻ ഫാമിലി ഉണ്ട്. നാടൻ ഫാമിലി കണ്ടിട്ടാണ് അടുക്കളേന്റെ പണിയും എല്ലാം കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട്. എന്തെല്ലാം ചോദിച്ച വിശേഷങ്ങള് കുട്ടികൾക്ക് അറിയാം. എത്ര കുഞ്ഞു കുട്ടികളാണ് വിളിക്കണ ബസ്. എല്ലാരുടെ കയ്യിലും ഫോണില്ല, അപ്പൊ കാണാക്കൂല്ലോ. എന്തൊരു പ്രത്യേക രസമായിട്ടോ വെച്ചാല് അത് ഇത്ര വിചാരിച്ചില്ല നമ്മള് പറയുന്നത്. പിന്നെ നോക്കട്ടെ, ഇത് കൊറേ മുന്നുണ്ട് ഇവിടെ. എന്തെടുക്കണേ? നമ്മളെ പാറൂന് കളിക്കാൻ കൊടുക്കാനേ. ഇഷ്ടംപോലെ കളിക്കും. എവിടെ ചെന്നാലും കുട്ടികൾക്ക് കളിക്കാൻ വാങ്ങും പോലെ എന്തേലും ഒന്ന് വാങ്ങണതാ. വെറും കയ്യോടെ ഓണത്തിന് പോകലില്ല. ആദ്യം അപ്പൂസിന് കൊണ്ട് വാങ്ങിയത്, ഇപ്പൊ അപ്പൂസ് വലിയ കുട്ടിയായില്ലേ. അപ്പൂസിന് വേണ്ട ഒരു സാധനം ഉണ്ട് കേട്ടോ, പക്ഷെ അത് ഇവിടെ അല്ല. അത് നമ്മൾ അന്വേഷിച്ചു. എന്താ പുസ്തകം ഒക്കെ ലൈറ്റൊക്കെ രസമുള്ള ലൈറ്റില് അല്ലേ? രസമുണ്ടല്ലേ? ആരുമില്ല, അടിപൊളിയല്ലേ? അടിച്ച് വീശി പോരാ. എന്തേലും ഫുഡ് എന്തേലും ബിരിയാണി ഉണ്ട്. ഞങ്ങൾ ഇവിടെ എങ്ങനെ ആയിക്കോട്ടെ കട തുറന്നില്ല, അപ്പൊ ഇങ്ങനെ പോകുന്നതാണ്. പിന്നെ കാണാം കേട്ടോ. നിങ്ങളതേ കണ്ടു മിഞ്ഞാണ്. ഞാന് കടയിലുണ്ടായിരുന്നു, ഇപ്പൊ വിളിച്ചപ്പോ പോകുന്നത്. ആയിക്കോട്ടെ, ഇവരൊക്കെ ഒന്ന് പഠിച്ചു. നമ്മളെ പാലിയേറ്റീവിന്റെ പിരിവാട്ടോ. മിഞ്ഞാന്ന് അവിടെ ഉണ്ടായിരുന്നു. അതെ, നമ്മളവിടെ അല്ലേ. നമ്മളെ കയ്യിലുള്ള കൊടുക്കണം. അതന്നെ, അസ്കുകാക്കാനെയും കണ്ടു കൂട്ടത്തില് കൊറേ ആയി കണ്ടിട്ട്. 10 ഉറുപ്പിയുള്ള ചാവ് കൊടുക്കണം, 5 ഉറുപ്പിയുള്ള ചാവ് കൊടുക്കണം. നമ്മളവിടെ ഉണ്ട് കേട്ടോ. ഇത് ഇതിനൊരു കവർ നമ്മളെ വീട്ടില് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് കഴിയുമ്പോ നമ്മളതില് ഇടും. പിന്നെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കവർ വന്നിട്ടുണ്ട്. കവർ വരുമ്പോ കവർ വരലുണ്ട്. ആ കവർ പിന്നെ ഒരുമിച്ച് കളക്ട് ചെയ്യും. പിന്നെ നല്ല കൂടുതൽ പിരിവടക്കുണ്ട്. നമുക്ക് ഇവിടെ മിഞ്ഞാന്ന് ഇവിടെ ഉണ്ടായിരുന്നു ചെറുകോട്. നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഇതിനാണ് നമ്മളത് കൊടുക്കണത്. എല്ലാവർക്കും അറിയാലോ. അപ്പൂസേ ഒന്നാണ് ഞാൻ ഗ്രാനൈറ്റ് എടുത്തത്. എവിടുന്നാണ്? നമ്മളെ പാറൂരൊന്നും കിട്ടിയില്ലല്ലേ? എന്നാ ഞാൻ കരുതിയാരോ ഒരു സാധനം ഉരുളിട്ടാ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരില്ല. അത് നമ്മള് ഇതില് കണ്ടിട്ടുണ്ട്, റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ബോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തരുമ്പോ അതിങ്ങനെ പിടിക്കാൻ നോക്കും. ഇപ്പൊ കിട്ടും കരുതിട്ട് നോക്കോളെ. ഇപ്പൊ ഭയങ്കര ഒരു എന്താ പറയാ, നമ്മള് കഴിക്കും, നമ്മള് കഴിക്കും, നമ്മളെന്താ വായ ഇറങ്ങിയാൽ ഞങ്ങൾ മറച്ചു പിടിച്ചൊക്കെ വല്ലത് തിന്നല്. അത്രയും ഒരു ശ്രദ്ധയാണ് ആ പൂച്ചക്ക്. അത് പാറു അല്ലെ, പാറു വരുമ്പോ ചിലർക്കൊന്നും മനസ്സിലായില്ല. കമന്റിൽ വന്നേക്കും പാറു അത് ആരെങ്ങളെ കൂട്ടത്തിൽ പ്രത്യേക സ്നേഹം നമുക്കും തരുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അത് കാരണം അങ്ങനെ പോകുമ്പോ അറിയില്ല, ഒരു ദിവസം കഴിയുന്നത് അറിയാൻ പറ്റണില്ല. അപ്പൊ ഞങ്ങൾ പുറത്ത് പോകുമ്പോ എന്തെങ്കിലും ഒന്ന് അതിന് കൊണ്ടു കൊടുക്കുകയും ഇപ്പൊ വീട് നിറച്ച് പന്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മളൊന്ന് വാങ്ങിയ സ്ഥലത്തേക്ക് നമ്മൾ പോണെന്നുണ്ട്, നന്ദിക്ക് മെഹറിൻ കാറ്ററീസ്. നമ്മള് ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ച മെഹറിൻ കാറ്ററീസ് വരുന്നുണ്ടല്ലോ. ഉണ്ടല്ലേ? മനസ്സുകൊണ്ട് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടി അവിടെ എത്തും. ശരീരം കൂടി എത്തിയാൽ മതി, അത് വൈകാതെ പോകും.
ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ്. അപ്പൊ ഞങ്ങൾ ചെറുകോട് എത്തിയിട്ട് ചെറുകോട് നമുക്ക് 1-2 സ്ഥലങ്ങളിലൊന്നും കൂടി ഇറങ്ങാനുണ്ട്. വീട്ടിൽ വൈകുന്നേരം വീഡിയോ പോലെ വീട്ടില് അപ്പൊ നാളെ കാണാം. ഇപ്പൊ തന്നെ ഇരുട്ടായിട്ടോ, 6 മണി കാണാനായി. പിന്നെ കളറൊക്കെ മാറി തുടങ്ങി, മങ്ങി തുടങ്ങി, ഇരുട്ടായി തുടങ്ങി. അമ്മ പച്ചക്കറിയൊക്കെ വാങ്ങിക്കോളി പറഞ്ഞ് വിട്ടതാണ്. എന്താ വെച്ചാ നാളെ തൊട്ട് ടൈൽസ് പണിക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ നാളെ വരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ തീർന്നിട്ട് കറി വെക്കാനൊക്കെ. പച്ചക്കറിയൊക്കെ വാങ്ങിക്കോളി, പാണ്ടിക്കാട് അവിടെ നിന്നൊക്കെ പോകുമ്പോ വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു വിട്ടതാ. അപ്പൊ അതൊക്കെ വാങ്ങണം കേട്ടോ. അപ്പൊ ഇനി നാളെ കാണാം. നമ്മളെ വിശേഷമായിട്ട് നാളെ വരാം. അപ്പൊ എല്ലാവർക്കും ബൈ.